മുനമ്പം വഖഫ് ഭൂമി കേസ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ വീണ്ടും പരിഗണിക്കുകയാണ്. കേസിൽ കക്ഷി ചേർന്ന മുനമ്പം നിവാസികളുടെ ഹർജി ഇന്ന് പരിഗണനയിൽ വരുന്നുണ്ട്. സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിന്റെയും ഫറോക്ക് മാനേജ്മെന്റ് അസോസിയേഷന്റെയും വാദം ഈ കേസിൽ ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട്. സമീർ, ഇന്നത്തെ ഈ ട്രിബ്യൂണലിലെ നടപടിക്രമങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? കൂടുതൽ എന്തെങ്കിലും തീരുമാനങ്ങളുടെ സാധ്യത ഇന്നുണ്ടാകുമോ? ഗുഡ് മോർണിംഗ് എസ് വിജയകുമാർ ആൻഡ് റീജിത്തെ. വളരെ പ്രധാനപ്പെട്ട നടപടികൾ തന്നെയാണ് ഇന്ന് വഖഫ് ട്രിബ്യൂണലിൽ നടക്കുന്നത്. 2019 മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തുകയും അത് വഖഫിലേക്ക് ഏറ്റെടുക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ അവിടുത്തെ കരം പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു. ഇതേ തുടർന്നാണ് 614 കുടുംബങ്ങൾ പ്രതിസന്ധിയിലായത്. അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഒപ്പം തന്നെ വ്യവഹാരങ്ങളും തുടരുകയാണ്. അതിനിടയിലാണ് ഇന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ഇന്ന് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. അവിടെ ഇരകളായിട്ടുള്ള അതിൻ്റെ ഭൂമി വാങ്ങുകയും പിന്നീട് അവരുടെ ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ നിവാസികൾ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള 2 ഹർജികൾ ഇന്ന് ട്രിബ്യൂണൽ പരിഗണിക്കുന്നു. ഇതോടൊപ്പമാണ് സിദ്ദിഖ് സേട്ടും അവരുടെ ബന്ധുക്കളുമാണ് ഈ ഭൂമി നൽകിയത്. അവരുടെ നൽകിയിട്ടുള്ള ഹർജിയും കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. കൂടാതെയാണ് ഇത് തങ്ങൾക്ക് വഖഫായല്ല ഇഷ്ടദാനമായി ലഭിച്ചതാണ്, അതുകൊണ്ട് ഇതിൻ്റെ നിയമ നടപടികൾ മുന്നോട്ട് പോകാം, വിൽക്കുന്നതിനും മറ്റ് ക്രയവിക്രയങ്ങൾ നടത്തുന്നതിനും ഒരു തടസ്സവുമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന കോഴിക്കോട് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ നൽകിയ ഒരു ഹർജിയും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ട്രിബ്യൂണൽ ഒരു അന്തിമ വിധി പ്രസ്താവിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രിബ്യൂണൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനും ഇതിൻ്റെ നടപടികൾ സ്വീകരിക്കാനുമായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചിരുന്നു. എന്നാൽ ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ നടപടികളെല്ലാം തന്നെ റദ്ദ് ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ ട്രിബ്യൂണൽ സ്വീകരിക്കുന്ന നിലപാട് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 11 മണിയോട് കൂടിയായിരിക്കും ട്രിബ്യൂണലിൻ്റെ നടപടികൾ ആരംഭിക്കുക. ഏതായാലും വളരെ ആകാംക്ഷയോട് കൂടിയാണ് മുനമ്പം നിവാസികളും അതുപോലെ തന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റും ഒപ്പം സേട്ടിൻ്റെ കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഒപ്പം വഖഫ് ബോർഡും ഈ വിഷയത്തിൽ എന്തായിരിക്കും ഈ ട്രിബ്യൂണലിൽ നിന്ന് വരുന്ന നിലപാട്, ട്രിബ്യൂണലിൻ്റെ വിധി എന്താ എന്നറിയാനുള്ള കാത്തിരിപ്പാണ്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള വാദങ്ങൾക്ക് ശേഷം വിധി പറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള വാദം അനിവാര്യമാണെങ്കിൽ കേസ് മാറ്റിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. വിജയകുമാർ.